ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോഴേ എൻ്റെ അടീനിയത്തിൻ്റെ കെയറിങ്ങൊക്കെ ഇന്നുകൊണ്ട് അവസാനിച്ചു കേട്ടോ. കെയറിങ് അവസാനിച്ചു എന്നല്ല, വളമൊക്കെ ഇട്ട് ഞാൻ എല്ലാത്തിനും വളരെ ഭംഗിയായിട്ട് ചട്ടികളൊക്കെ. പക്ഷേ ഇതിനിടയിൽ കണ്ടോ പുഴുക്കൾ വരുന്നുണ്ടോ? ഇന്ന് രാവിലത്തെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ പെട്ടെന്നാണ് ഈ പുഴു ഇങ്ങനെ ഈ തളിരിലയുടെ അടിയിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്. ആ തളിരിലയുടെ അരികിൽ റേൻ്റെ പോലെ വരും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, റേൻ്റെ പോലെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇലയൊന്ന് മറിച്ച് നോക്കിയാൽ മതി, അതിനിടെ പുഴു ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പം നമ്മൾ ആ പുഴുവിനെ പെറുക്കി കളയുക. പിന്നെ സാഫ് അടിച്ചു കൊടുക്കുക. അപ്പോൾ സാഫ് അടിച്ച് കൊടുക്കുക. മൊട്ടുകളൊക്കെ വന്നിരിക്കുന്നത് സാഫ് അടിച്ചാലത് ചിലപ്പോൾ ശ്രദ്ധിച്ച് തന്നെ നമ്മളത് സാഫ് ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കണം. പിന്നെ പെറുക്കി കളയുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ അടുത്ത മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ എൻ്റെ അടീനിയമൊക്കെ പഴയതെല്ലാം നന്നായിട്ട് തന്നെ വരുന്നു. ഇത് ഞാൻ കട്ടിങ്സ് വെച്ച് തന്നെ കേട്ടോ, 6-7 വർഷം പഴക്കമുള്ളതാണ്. കോമൺ, അതായത് സാധാരണ കാണുന്ന അടീനിയത്തിൻ്റെ പൂ തന്നെ, മജന്ത കളറ്. അത് നന്നായിട്ടിങ്ങനെ നട്ടുവരുന്നു. പിന്നെ ഇതാണ് എൻ്റെ സീഡ്ലിങ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ വർഷം വിത്തെടുത്ത് പാകി കിളിപ്പിച്ച സീഡ്ലിങ്സാണിത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും വലിപ്പത്തിലായി. ഇതിന് ഇനി പൂക്കളെല്ലാം വന്നിട്ട് ഏത് കളറിലുള്ളതാണ് പൂക്കളെന്ന് എനിക്കറിയണം. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സീഡ്ലിങ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെ കളറുണ്ട്, വെറൈറ്റി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ നിർത്തിയിരിക്കുക കേട്ടോ. ഇത് ടെറസിൻ്റെ മുകളിലാണ്. ടെറസിൻ്റെ മുകളിൽ നമ്മൾ പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോട്ടിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുവട് ഇപ്പം പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ കോഡക്സൊക്കെ നന്നായിട്ടുണ്ടാവും. പക്ഷേ ഞാനത് അങ്ങനെ തന്നെ നിർത്തിയേക്കുവാണ്. ഇത് പൂത്തതിന് ശേഷം ഏത് കളറാണെന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ച്. എന്നിട്ട് അടുത്ത വർഷം ഓഗസ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്ത് പ്രൂൺ ചെയ്ത് വിട്ടാൽ മതി. അപ്പം നിറയെ ശിഖരങ്ങളുണ്ടാവും. അപ്പോൾ ആ കട്ടിങ്സ് എടുത്ത് വെച്ച് പുതിയ തൈ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. കണ്ടോ, ഇതിൻ്റെ കോഡക്സ് കണ്ടോ? ഇപ്പോൾ ഒരുവിധം വലിപ്പമായില്ലേ. അപ്പം മണ്ണിൻ്റെ താഴെയുള്ളത് എന്നേക്കാളും വലിപ്പം ഉണ്ടാവും കേട്ടോ. അപ്പം ഇതുകൊണ്ട് ചെറുത് ആ സീഡ്ലിങ്സിൽ തന്നെ കണ്ടോ, ചെറിയത് കണ്ടോ, അത് ബോൺസായി പോലെ ഇങ്ങനെ നിർത്തിയേക്കുവാണ്. എന്നുവെച്ചാൽ അതിന് വളമൊക്കെ കുറവായിട്ട് എല്ലാം കൂടെ ഒത്തിരിയല്ലേ നിന്നത്. ഇപ്പം ഞാനതെല്ലാം മാറ്റി ടെറസിലുള്ള ആ പോട്ടിലേക്ക് എല്ലാം മാറ്റി ഒന്നുകൂടെ നട്ട് വെച്ചിട്ട് മദർ പ്ലാന്റിന് ഇട്ട് കൊടുത്ത അതേ വളം തന്നെ, എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും 19 എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഇതിനിപ്പോൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ നനച്ചും കൊടുത്തു. ഇനി ഒരാഴ്ചത്തേന് ഇനി നനയ്ക്കുകയും വേണ്ട, ഒന്നും വേണ്ട. കാരണം അതുകൊണ്ട് ഈ ചെടി ഉണ്ടല്ലോ, ഇത് ചീഞ്ഞു പോയതായിരുന്നു. ഞാൻ എന്നെ രക്ഷിച്ചെടുത്തു കേട്ടോ. അതൊരു വെറൈറ്റിയാണ്, മൾട്ടിപ്പെറ്റലാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ അടീനിയം കണ്ടോ, അവസാനം ഞാൻ താഴെ മുറ്റത്ത് ഒരുക്കി നിർത്തിയിരിക്കുന്ന അടീനിയമാണിത്. അപ്പോൾ അതിൻ്റെ കൂടെ സീഡ്ലിങ്സും വെച്ചിട്ടുണ്ട്. സീഡ്ലിങ്സിൽ വലിപ്പം വന്ന തൈകളൊക്കെ ഞാനിങ്ങനെ ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. ഇനി അടുത്ത വർഷം അതായത് 2-3 മാസത്തേന് ഇതിലെല്ലാം പൂക്കളുണ്ടാവുമല്ലോ. ഇനി നിറയെ പൂക്കളുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ വർഷം എനിക്ക് ഈ സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ വളം ഇട്ട് കൊടുത്ത് ആണ് എനിക്ക് നല്ല അറിയാം. ബൊഗെയിൻവില്ല അതുപോലെ തന്നെയാണ് എൻ്റെ. ഈ വർഷം എനിക്ക് ഡിസംബർ അവസാനമായപ്പോഴത്തേക്ക് നിറയെ പൂത്തുകിട്ടല്ല ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞാൽ അടീനിയം 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ അടീനിയത്തെല്ലാം നല്ലപോലെ മൊട്ട് വരും. അപ്പോൾ ഞാൻ 2 ആഴ്ച ഇവിടെ തുടർച്ചയായിട്ടുണ്ട്. ഇടയ്ക്ക് യാത്രയൊക്കെ പോകുമെങ്കിലും ഇപ്പം ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ആഴ്ചയിൽ 1 ദിവസമേ വെള്ളം ഒഴിച്ച് കൊടുക്കുകയുള്ളൂ. അപ്പോഴേക്കും നന്നായിട്ട് വെയിൽ കേൾക്കുന്നിടമാണ്. നല്ല മുട്ടുകളൊക്കെ വന്ന് നല്ലപോലെ വിടർന്ന് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുത്തിടാം കേട്ടോ. അപ്പം ചാനൽ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം നിങ്ങളുടെ ഇപ്പോൾ ഇതുപോലെയുള്ള അടീനിയം കെയറിങ് അല്ലെങ്കിൽ പൂക്കളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ, ചെടികൾ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.